ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ പേരിൽ ഒരാൾ എത്ര കാലം വിചാരണയില്ലാതെ ജയിലിൽ കഴിയണം? ഉത്തർപ്രദേശിൽ നിന്നുള്ള നദീം എന്ന യുവാവിൻ്റെ കാര്യത്തിൽ ആ ഉത്തരം 7 മാസമാണ്. കേവലം ഐ ലവ് മുഹമ്മദ് എന്ന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ജയിലിലായ യുവാവിന് മാസങ്ങൾക്ക് ശേഷം അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്താണ് ഈ കേസ്? എന്തിനായിരുന്നു ഈ അറസ്റ്റ്? ഉത്തർപ്രദേശിലെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ഈ സംഭവം എന്താണ് നമ്മളോട് പറയുന്നത്? 2025 ഒക്ടോബർ 7 മുസാഫർ നഗറിലെ ബുധാന പോലീസ് സ്റ്റേഷനിൽ നദീമിനെ അറസ്റ്റ് ചെയ്യുന്നത്. കുറ്റം അശ്ലീലവും പ്രകോപനപരവുമായ പോസ്റ്റ് ഇട്ടു. എന്നാൽ നദീം പങ്കുവച്ചത് ഐ ലവ് മുഹമ്മദ് എന്ന വരികളായിരുന്നു. ഈ ഒരു വാചകം വർഗീയ സംഘർഷത്തിന് കാരണമാകുന്നു എന്നാണ് പോലീസ് അന്ന് വാദിച്ചത്. UP പോലീസ് പറയുന്നത് നദീമിൻ്റെ വീഡിയോയിൽ താൻ തൻ്റെയും മറ്റുള്ളവരുടെയും കഴുത്തറക്കാൻ തയ്യാറാണെന്ന രീതിയിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ പോസ്റ്റ് ഒരു പ്രത്യേക ജാതിയെയോ മതത്തെയോ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്ന് കോടതിക്ക് പിന്നെ ബോധ്യപ്പെടുകയായിരുന്നു. അലഹാബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് രാജീവ് ലോചൻ ശുക്ലയുടെ ബെഞ്ചിലാണ് ഈ കേസ് എത്തിയത്. നദീമിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അതുൽ കുമാർ കോടതിയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. നദീമിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ ഇനിയിൽ കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതില്ല. ഈ കേസിന്റെ വിചാരണ അടുത്തെങ്ങും തീരാൻ സാധ്യതയില്ല. സംസ്ഥാന സർക്കാർ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. ബറേലിയിലെ സംഘർഷങ്ങൾക്ക് സമാനമായ മുദ്രാവാക്യങ്ങൾ കാരണമായിട്ടുണ്ടെന്നും നദീമിന്റെ പോസ്റ്റ് സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് സർക്കാരിന്റെ വാദം. ഇരുപക്ഷത്തിന്റെ വാദം കേട്ട കോടതി വളരെ കൃത്യമായി ചില നിരീക്ഷണം നടത്തി. ജസ്റ്റിസ് ശുക്ല തന്റെ ഉത്തരവിൽ പറഞ്ഞു, ഈ പോസ്റ്റ് ഒരു പ്രത്യേക ജാതിയെയോ സമുദായത്തെയോ പേരെടുത്ത് പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നദീമിന് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ ഒരു പൗരനെ മാസങ്ങളോളം ജയിലിലടയ്ക്കുന്നത് നീതീകരിക്കാനാവില്ല എന്ന സൂചനയാണ് കോടതി നൽകിയത്. വ്യക്തിഗത ബോണ്ടിന്റെയും 2 പേരുടെ ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ കോടതി നദീമിന് ജാമ്യം അനുവദിച്ചു. ഈ കേസ് ഒറ്റപ്പെട്ട ഒന്നല്ല. 2025 സെപ്റ്റംബർ മുതൽ ഉത്തർപ്രദേശിൽ വിവിധ ഭാഗങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യത്തെ ചൊല്ലി തർക്കങ്ങൾ നടന്നിരുന്നു. കാൺപൂരിൽ ഈ മുദ്രാവാക്യം വച്ച ലൈറ്റ് ബോർഡുകൾ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഏകദേശം 1300 പേർക്കെതിരെയാണ് ഇത്തരം കേസുകളിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ പലതും വളരെ ചെറിയ കുറ്റങ്ങൾ ആരോപിച്ചതുള്ളായിരുന്നു എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. നിയമം ക്രമസമാധാനം നിലനിർത്താനുള്ളതാണ്, എന്നാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാവരുത് എന്നാണ് അലഹാബാദ് കോടതിയുടെ ഈ ഉത്തരവ് ഓർമ്മിപ്പിക്കുന്നത്. 7 മാസത്തെ ജയിൽവാസം ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. കോടതി വിധി വൈകിയെത്തിയ നീതിയാണോ അതോ കൃത്യമായ ഇടപെടലാണോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.